2018 ജൂലൈയിൽ ചോദിച്ചിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നും പല ആവർത്തി എത്ര തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, 8 or 10 ടൈംസ് തന്നെ ഈ നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഒറ്റ സ്റ്റേറ്റ്മെന്റുകൾ വരുന്ന ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ, റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഏരിയ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും വലിയ നഷ്ടം സംഭവിക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following set of statements best describes the nature and objectives of teaching? ജൂലൈ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി പറഞ്ഞല്ലോ 2018 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ താഴെ ഒരു 6 സ്റ്റേറ്റ്മെന്റ്സ് ABCDEF എന്ന് പറഞ്ഞ് 6 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. വി ഹാവ് ടു ഡിസ്ക്രൈബ്. ക്വസ്റ്റ്യനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഏത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. അപ്പൊ ആ ഒരു കോഡ് ഐഡന്റിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. സ്റ്റേറ്റ്മെന്റ് എ എന്താ പറഞ്ഞിട്ടുള്ളത്? ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ്. സ്റ്റേറ്റ്മെന്റ് ബി, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. സി, കൺസേൺ ഓഫ് ഓൾ ടീച്ചിങ് ഈസ് ടു എൻഷുർ some kind of transformation in students. D, all good teaching is formal in nature. A teacher is a senior person. Teaching is a social act, whereas learning is a personal act. നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളൊരു ഭാഗം കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക, ആ വഴി നമ്മൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കി ചെയ്യുക. ഇപ്പൊ ഓപ്ഷൻസ് എലിമിനേഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ ഡി. ഓൾ ഗുഡ് ടീച്ചിങ് ഈസ് ഫോർമൽ ഇൻ നേച്ചർ. എല്ലാ നല്ല രീതിയിലുള്ള ടീച്ചിങ്, ഗുഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ആണ്. ഫോർമൽ ഇൻ നേച്ചർ അതല്ല, ഒരിക്കലും അല്ല. ഇപ്പൊ ഫോർമൽ ആയിട്ട് പഠിപ്പിക്കുന്നത് മാത്രമല്ല ടീച്ചിങ്. ഇപ്പൊ നമ്മൾ പല രീതിയിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ കൊളീഗ്സിൽ നിന്ന് നമ്മൾ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ സീനിയറിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒബ്സർവ് ചെയ്ത് പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള പല ക്ലാസ്സസുകളും നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? പല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാ ഗുഡ് ടീച്ചിങ്ങും ഫോർമൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇൻഫോർമൽ ആയിട്ടുള്ള വഴിയിൽ നിന്നും, അല്ലെ, നമ്മളുടെ കൊളീഗ്സിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സ്, നമ്മളുടെ സൂപ്പർവൈസേഴ്സ്, അല്ലെങ്കിൽ എന്തിന് നമ്മളുടെ താഴെ ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ, പ്രാക്ടിക്കൽ നോളജ് ഉള്ള വ്യക്തികൾ, ഇപ്പൊ ഒരു മെഷീൻസ് പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അവരിൽ നിന്ന് തന്നെ നമ്മൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ എല്ലാ ഗുഡ് ടീച്ചിങ്ങും ഫോർമൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഓപ്ഷൻ ഡി വരുന്ന അപ്പോഴേ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ കോഡ് 1ഉം അല്ല, കോഡ് 4ഉം അല്ല, കാരണം സ്റ്റേറ്റ്മെന്റ് ഡി തെറ്റാ. പിന്നെ നമ്മൾ ഏത് 2 സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ മതി? 2ഉം 3ഉം നോക്കുക. ഓക്കെ, 2ഉം 3ഉം നോക്കിയാൽ മതി ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നെന്നുള്ളത്. ഒന്നെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് എഴുതുക, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലോട്ട് വരാം, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ്, അല്ലെ? ടീച്ചിങ്ങിന്റെ ഒരു റിസൾട്ട് ആണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും പരസ്പരം റിലേറ്റഡ് ആണ്. കാരണം ഒരു കോയിന്റെ 2 വശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെയിം കോയിന്റെ 2 വശങ്ങളാണ് ടീച്ചിങ്ങും ലേണിംഗ് എന്ന് പറയുന്നത്. കാരണം ടീച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ്, അതെ, ലേണിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ടീച്ചിങ്ങും ലേണിങ്ങും പരസ്പരം ബന്ധപ്പെട്ട് ഇന്റഗ്രലി റിലേറ്റഡ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം ടീച്ചിങ്ങിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ലേണിംഗ്, ഔട്ട്കംസ് എന്ന് പറയുന്നത് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ബിഹേവിയർ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഡെഫിനിഷൻസ് ഓഫ് ടീച്ചിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞതാണ്. നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ടുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ടീച്ചിങ്ങും ലേണിങ്ങും പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ്. സോ ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെന്റ് എ ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് ബി നോക്കിക്കേ. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. ടീച്ചിങ്ങും ട്രെയിനിങ്ങും തമ്മിൽ യാതൊരുവിധ ഡിഫറൻസും ഇല്ലെന്നാണ് പറയുന്നത്, അല്ലെ? തെറ്റാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്ങിന്റെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം ട്രെയിനിങ്, ഇൻസ്ട്രക്ഷൻ, ഇൻഡോക്ട്രിനേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ട്രെയിനിങ്ങിന്റെയും ഇൻസ്ട്രക്ഷന്റെയും ഒക്കെ ഒരു കണ്ടിന്യൂമാണ്, പക്ഷേ ഇത് ഒന്നല്ല. ദേ ആർ ഡിഫറെന്റ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ടീച്ചിങ് ഇസ് ഡിഫറെന്റ് ഫ്രം ട്രെയിനിങ്, ഇൻസ്ട്രക്ഷൻ, ഇൻഡോക്ട്രിനേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ സി നോക്കിക്കേ.
കൺസേൺ ഓഫ് ഓൾ ടീച്ചിങ് ഈസ് ടു എൻഷുർ സം കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്റ്റുഡൻസ് അല്ലേ. നമ്മൾ എല്ലാ തരത്തിലുള്ള പഠനങ്ങൾ പഠിപ്പീര് അല്ലെ ടീച്ചിങ് എന്ന് പറയുന്നത് ഈസ് ടു എൻഷുർ സം കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്റ്റുഡൻസ്. കുട്ടികളിൽ ഒരു എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിഹേവിയറൽ ചേഞ്ചസ്, ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് കുട്ടികളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൊസൈറ്റിയുടെ നീഡ്സ് അനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള സിറ്റിസൺസ് ആക്കി മാറ്റുക, ബിഹേവിയർ മോഡിഫൈ ചെയ്യുക അല്ലേ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ കുട്ടികളിലേക്ക് വരുത്താനായിട്ട് നമുക്ക് എന്താ ഉറപ്പ് കൊടുക്കുക, എൻഷുർ ചെയ്യാം അല്ലേ, ഒരു ഉറപ്പുണ്ടാവും. അതാണ് ടീച്ചിങ്. ടീച്ചിങ് കൊണ്ട് അങ്ങനെയും കുട്ടികളിലേക്ക് നല്ല രീതിയിലുള്ള ടീച്ചേഴ്സ് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് നല്ല മാതൃകയാക്കി മാറ്റുകയാണ്. അവരിൽ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി നാലാമത്തെ ഡി നമ്മൾ പറഞ്ഞു, ഓൾ ഗുഡ് ടീച്ചിങ് ഈസ് ഫോർമൽ ഇൻ നേച്ചർ, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഈ എന്താണ്, ടീച്ചർ ഈസ് എ സീനിയർ പേഴ്സൺ. ഒരു ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും സീനിയർ പേഴ്സൺ അല്ല. ഒരിക്കലും സീനിയോറിറ്റി എന്നൊക്കെ പറയുന്നത് ടീച്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ ഒന്നും അല്ല. ടീച്ചർ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. ടീച്ചർ ഒരു മെച്യൂർ പേഴ്സൺ ആണ് എന്ന് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. പക്ഷെ അതില് ഒരാളുടെ ഏജ് അല്ലെങ്കിൽ അയാളുടെ സീനിയോറിറ്റി ഇതൊന്നും ഒരു ടീച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരില്ല. ഇപ്പൊ നമ്മളെക്കാളിലും ചിലപ്പം ഏജ് കുറവുള്ളവരും സീനിയോറിറ്റി കുറവുള്ളവരും ഒക്കെ ആയിരിക്കും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിയുന്നത്. അപ്പം മെച്യൂർഡ് എന്ന് നമ്മളൊരു വേർഡ് പറഞ്ഞിരുന്നു, അത് ഈ സീനിയോറിറ്റി ആയിട്ട് ബന്ധമൊന്നുമില്ല. ടീച്ചർ എന്ന് പറയുന്ന ഒരു സീനിയർ പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഏജും സീനിയോറിറ്റിയും ഒന്നും ടീച്ചിങ്ങിന്റെ ഒരു ആയിട്ട് റിലേറ്റഡ് അല്ല. കാരണം എത്രയോ സീനിയോറിറ്റി കുറവുള്ള, നമ്മളിലും പ്രായം കുറവുള്ള വ്യക്തികൾ നമ്മളെ പല പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല ഒരു ടീച്ചിങ്ങിന്റെ ലെവൽ നിശ്ചയിക്കുന്നത്. ഓക്കെ, എഫ് എന്താണ്, ടീച്ചിങ് ഇസ് എ സോഷ്യൽ ആക്ട് വേറാസ് ലേണിംഗ് ഇസ് എ പേഴ്സണൽ ആക്ട്. അതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ടീച്ചിങ് ഡെഫിനിഷൻസിൽ പറഞ്ഞിരുന്നു, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് സോഷ്യൽ പ്രോസസ് ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആക്ട്. കാരണം എന്താണ്, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 or more പീപ്പിൾ, രണ്ടോ അതിൽ കൂടുതൽ ആളുകൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ടീച്ചിങ്, സോഷ്യൽ ആക്ട് ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമാണ്. അത് പഠിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ പേഴ്സണൽ ആക്ട്. സോ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്? സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് സി കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് എഫ് കറക്റ്റ് ആണ്. സോ ഇവിടുത്തെ കറക്റ്റ് കോഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് സ്റ്റേറ്റ്മെന്റ് എ, സ്റ്റേറ്റ്മെന്റ് സി ആൻഡ് സ്റ്റേറ്റ്മെന്റ് എഫ് ഈസ് കറക്റ്റ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3, എ, സി ആൻഡ് എഫ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which of the following learner characteristics is highly related to effectiveness of teaching? ഈ ക്വസ്റ്റ്യനും പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് ഓപ്ഷൻ 1 ആണ് പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദി ലേണർ. സെക്കൻഡ് ഓപ്ഷൻ എന്താ പറഞ്ഞേക്കുന്നത്, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി പേരൻസ് ഓഫ് ദ ലേണർ. തേർഡ് വൺ പിയർ ഗ്രൂപ്പ്സ് ഓഫ് ദി ലേണർ. ഫോർത്ത് വൺ ഫാമിലി സൈസ് ഫ്രം വിച്ച് ദ ലേണർ കംസ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേണർ ക്യാരക്ടറിസ്റ്റിക് ഹൈലി റിലേറ്റഡ് ടു എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ഏതാണ്? ഓപ്ഷൻ നമ്പർ 1, പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദി ലേണർ. ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നേരത്തെ പ്രയർ നോളജ് അല്ലെങ്കിൽ പ്രയർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നതാണ് ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്. ഒരു കാര്യത്തെ കുറിച്ച് ആ കുട്ടിക്ക് നേരത്തെ ഒരു മീൻസ് കുറച്ചുകൂടി അറിവുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കുന്ന സമയത്ത് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പ്രയർ എക്സ്പീരിയൻസ് എന്നോ പ്രയർ നോളജ് ഓഫ് ദി ലേണർ എന്നോ ഒക്കെ വന്നാൽ സെയിം തന്നെയാണ്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, ദാറ്റ് ഈസ് പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദി ലേണർ. ഓക്കെ, ഇനി അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ്. ഇതും ഒരു ടൈപ്പ് ഓഫ് എക്സാം ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. അസേർഷൻ എ, ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിംഗ് ലേണിംഗ്. റീസൺ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓൾ ലേണിംഗ് റിസൾട്ട് ഫ്രം ടീച്ചിങ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ് കോഡ്. ഓപ്ഷൻ 1, both A and R are true and R is the correct explanation of A. Option 2, both A and R are true but R is not the correct explanation of A. Option 3, A is true but R is false, and option 4, A is false but R is true. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അസേർഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിംഗ് ലേണിംഗ്. എല്ലാ ടീച്ചിങ്ങിന്റെയും ലക്ഷ്യം എന്താണ്? ലേണിംഗ്, പഠനം ഉറപ്പുവരുത്തുക അല്ലെ, എൻഷുറിംഗ് ലേണിംഗ്. റീസൺ പറഞ്ഞിട്ടുള്ളത് ഓൾ ലേണിംഗ് റിസൾട്ട് ഫ്രം ടീച്ചിങ്. എല്ലാ ലേണിംഗും
ടീച്ചിങ്ങിൽ നിന്നാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അത് അപ്പോഴേ നമുക്കറിയാം അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ലേണിംഗ് എന്ന് പറയുന്നത് ടീച്ചിങ്ങിന്റെ മാത്രം പ്രോഡക്റ്റ് അല്ല. ഒരാൾ പഠിപ്പിച്ചാൽ മാത്രമേ നമ്മൾക്ക് പഠിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് ഇല്ല. കാരണം ടീച്ചിങ് എന്ന് പറയുന്നത് ലേണിംഗ്, പഠനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ടീച്ചിങ്ങിന്റെ ഒരു ലക്ഷ്യം. പക്ഷേ എല്ലാ ലേണിംഗും, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓൾ ലേണിംഗ് റിസൾട്ട് ഫ്രം ടീച്ചിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഇതുപോലുള്ള ഡിജിറ്റൽ യുഗമല്ലേ, ഓൺലൈൻ ക്ലാസ്സസ് സ്വന്തമായി കേട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും, സെൽഫ് സ്റ്റഡി പഠിപ്പിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ഒബ്സർവേഷനിലൂടെ പഠിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ പല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഒബ്സർവേഷൻസ് വഴി ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാം, അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സസ് കണ്ട് സ്വന്തമായിട്ട് പഠിക്കാം. സെൽഫ് സ്റ്റഡി നടത്തുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട്, പീർ ഗ്രൂപ്പ്സിനോട് ചോദിച്ച്, അല്ലെങ്കിൽ കൊളീഗ്സിനോട് ചോദിച്ച് പഠിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഒരു ടീച്ചിങ്ങിൽ നിന്ന് മാത്രമാണ് ലേണിംഗ് ഉണ്ടാവുന്നതെന്ന് പറയാൻ സാധിക്കില്ല. സോ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ ഫോൾസ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. അസേർഷൻ ശരിയാണ്, പക്ഷെ റീസൺ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. അസേർഷൻ എ എന്ന് പറയുന്നത് ട്രൂ ആണ്, പക്ഷെ റീസൺ ആർ ഫോൾസ് ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. സോ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 3 ആണ്. അപ്പം ജൂലൈ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക, പഠിച്ചിട്ട് പോവുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, താങ്ക് യു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം ഡിസംബർ 2026 വരുന്ന നെറ്റ് എക്സാം തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.